ഒരുപാട് പഠിക്കുന്നുണ്ട്, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും സിവിൽ സർവീസ് പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമത്തിലാണോ നിങ്ങൾ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്, പല ആളുകളും പല ടോപ്പേഴ്സും പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. പക്ഷേ UPSC പ്രിലിംസിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നെങ്കിൽ GS1 പേപ്പറോ അല്ലെങ്കിൽ സിസാറ്റ് പേപ്പറോ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇത്തരക്കാർക്ക് വേണ്ടി ഒരു വ്യക്തമായ ട്രാക്കിലൂടെ ഓരോ വീക്കിലും ഡെയിലി അവരെ കറക്റ്റ് മോണിറ്ററിങ് ചെയ്തുകൊണ്ട് അവരുടെ പഠനം വ്യക്തമായ ട്രാക്കിലൂടെയാണെന്ന് ഉറപ്പുവരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ സമയാസമയം നൽകിക്കൊണ്ട് നിങ്ങളെ സിവിൽ സർവീസ് പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂവും എല്ലാം വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന നമ്മുടെ പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം. അപ്പോൾ ആ ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നത്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ UPSC പ്രിപ്പറേഷനിൽ നേരിടുന്ന പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ പലപ്പോഴും പല ആളുകളും വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പല ആളുകളും എനിക്ക് പേഴ്സണലായിട്ടൊക്കെ അറിയുന്ന ആളുകളും നമ്മൾ ഈ പ്രോഗ്രാമിലോട്ടൊക്കെ വന്ന ആളുകളൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞൊരു പരാതിയാണ്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് NCERTയും പുസ്തകങ്ങളും ഒരുപാട് വായിക്കുന്നുണ്ട്, ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ പലപ്പോഴും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചില ആളുകൾ പ്രിലിംസ് ക്ലിയർ ചെയ്തു, പക്ഷേ മെയിൻസ് ആവശ്യാനുസരണം എക്സാം എഴുതാൻ പറ്റുന്നില്ല, എങ്കിൽ സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, പറഞ്ഞ സമയം കൊണ്ട് ആൻസർ എഴുതി തീർക്കാൻ പറ്റുന്നില്ല, ആവശ്യമായ മാർക്ക് നേടാൻ പറ്റുന്നില്ല, ക്വാളിഫയിങ് പേപ്പർ നേടാൻ പറ്റുന്നില്ല, സിസാറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് പരാതികളുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല ഒരിക്കലും നിങ്ങൾക്ക് നേടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കാത്തത് കൊണ്ടുമല്ല. നിങ്ങൾ UPSC അതിനുള്ള കാരണം എന്ന് പറയുന്നത് UPSCയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് UPSC ഓരോ വർഷവും ഓരോ സമയത്തും വരുന്ന ചേഞ്ചസ്, ആ പാറ്റേണിൽ വരുന്ന ചേഞ്ചസ്, ക്വസ്റ്റ്യനിൽ വരുന്ന ചേഞ്ചസ്, അതൊക്കെ നിങ്ങൾ സമയാസമയം അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷനുകൾ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യം ക്ലാസ്സുകൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ആളുകളായിരിക്കും, ചിലപ്പോൾ സെൽഫായിട്ട് ക്ലാസ്സുകളൊക്കെ പഠിക്കേണ്ട സിലബസ് ഒക്കെ കവർ ചെയ്ത ആളുകളായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ഒരു ഇൻഡിവിജ്വൽ മെൻറ്റർ സഹായം പലപ്പോഴും ഉപകാരപ്രദമായിരിക്കും. അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് വ്യക്തമായ ട്രാക്കിലൂടെയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യണം. കൂടാതെ മൂന്നാമതൊരാൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടാമതൊരാൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് എപ്പോഴും അത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ വീക്ഷണത്തെ, ഇപ്പം നമുക്ക് പറയാറുണ്ടല്ലോ മറ്റൊരാളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണെന്ന് പറയാറുണ്ടല്ലോ, സ്വന്തം തെറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരാളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ അതിലുള്ള തെറ്റുകൾ നമുക്ക് ഇങ്ങനെ വരയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. സമയത്ത് സ്വന്തം ആൻസർ ഷീറ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എഴുതിയ സ്വന്തം ഒരു കവിത വായിക്കുമ്പോൾ, ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് അതിൽ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല. അതെല്ലാം അടിപൊളിയാണല്ലോ എന്നാ തോന്നൽ വരിക സ്വാഭാവികമാണ്. അപ്പോൾ അത് പുറത്ത് നിന്ന് ഒരാൾ നിങ്ങളുടെ പ്രിപ്പറേഷനും ഇതേപോലെ നിങ്ങളൊരു കഥ വിലയിരുന്നത് പോലെ നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങും നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ പഠനവും നിങ്ങളുടെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്തതിലും ഓരോന്നും വിലയിരുത്താൻ ഒരാൾ പുറത്തുനിന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഠനം ഒന്നും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് നമ്മൾ മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തെറ്റുകൾ അതത് സമയത്ത് നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് പറഞ്ഞു നിന്ന് മനസ്സിലാക്കി തരാൻ ഒരാളുണ്ടായി കഴിഞ്ഞാൽ സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞതിന് ശേഷം മിസ്റ്റേക്സ് ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. അടുത്ത വർഷത്തെ കാര്യമാണെങ്കിൽ കൂടിയും ആ ഒരു തെറ്റ് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ഒന്നുകൂടി ഉഷാറാക്കാമായിരുന്നു. അതാണ് നമ്മുടെ മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് 1 ഇയറിലോട്ടാണ് മെൻറ്ററിങ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 1 ഇയറിലോട്ട് നിങ്ങൾ ഇപ്പോൾ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ UPSC കുറിച്ച് അറിയാം, എന്തൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിലബസ് എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് ആയാലും ഓരോരോ ടോപ്പിക് NCERT ആയാലും എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ഒരു സ്ട്രാറ്റജി, നിങ്ങൾക്ക് അനുയോജ്യമായ ഇപ്പോൾ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ചില സ്ട്രാറ്റജീസ് നമ്മളെടുത്ത് അതുപോലെ നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് അപ്ലൈ ചെയ്യും. പക്ഷേ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റാറില്ല. കാരണം അവരുടെ സാഹചര്യം ആവണമെന്നില്ല നിങ്ങളുടെ സാഹചര്യം. അപ്പം നമ്മുടെ സാഹചര്യവുമായിട്ടും നമ്മുടെ പഠന രീതികളുമായിട്ടും എൻ്റെ കപ്പാസിറ്റി
ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയും ഓർമ്മശക്തിയും പഠിക്കാനുള്ള കഴിവും എത്ര സമയം ഇരുന്ന് പഠിക്കാനുള്ള കഴിവുണ്ട്, ഇതെല്ലാം അനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി തയ്യാറാക്കേണ്ടത്. അത്തരത്തിൽ നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ കഴിവുകളും, നിങ്ങൾക്ക് പഠിക്കാനുള്ള എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ UPSC കുറിച്ച് അറിയാം, നിങ്ങളുടെ സാഹചര്യം, ഇതെല്ലാം കൂടി നമ്മൾ വിലയിരുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു 1 year സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൂടി ഡിസ്കസ് ചെയ്ത്, നമ്മൾ ഒറ്റയ്ക്ക് സ്ട്രാറ്റജി തരില്ല, നിങ്ങൾ കൂടി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നുന്ന, നിങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 1 year സ്ട്രാറ്റജി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 1 year സ്ട്രാറ്റജി നമ്മൾ 3 ഫേസ് ആക്കി ഡിവൈഡ് ചെയ്യും. അതിനെ വ്യത്യസ്ത മന്തുകളുടെ പ്ലാനിങ് ആക്കി, മന്ത്ലി പ്ലാനിങ് ആക്കി മാറ്റും. ആ മന്ത്ലി പ്ലാനിങ്ങിനെ വീക്ക്ലി ടാർഗറ്റ് ആക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ വീക്ക്ലി ടാർഗറ്റിൽ നമുക്ക് GS സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും, NCERT വായിക്കാനുണ്ടാവും, കറണ്ട് അഫയേഴ്സ് വായിക്കാനുണ്ടാവും, മാഗസിൻസ് വായിക്കാനുണ്ടാവും, ഓപ്ഷൻ സബ്ജക്റ്റ് വായിക്കാനുണ്ടാവും, പ്രിലിംസ് ആൻസർ റൈറ്റിംഗ് ചെയ്യാനുണ്ടാവും, മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യാനുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രിലിംസും മെയിൻസും ചെയ്യാനുണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രാറ്റജി, ഒരു വീക്കിലോട്ടുള്ള ഒരു ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിൽ അത് റിവിഷൻ ആയിട്ട്, ഓൾറെഡി അറ്റൻഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അത് ഫസ്റ്റ് റീഡിംഗ് എന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിലായിരിക്കും. അതേസമയത്ത് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ക്ലാസ്സിന് അനുയോജ്യമായിട്ടുള്ള രീതി, ഇപ്പോൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് മെൻറ്ററിംഗിൽ. അപ്പം അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്ലാനിങ് കൂടി നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വീക്കിലുള്ള ടാർഗറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിൽ വീക്കിലി ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്ത് അത് നിങ്ങളൊരു വീക്കിനുള്ളിൽ കംപ്ലീറ്റ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, പ്രിലിംസും മെയിൻസും. അത് നിങ്ങൾ ആൻസർ എഴുതി അയക്കണം. എന്നിട്ട് മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, മെൻറ്ററിംഗ് വെക്കും. ആ മെൻറ്ററിംഗിൽ നിങ്ങൾ ഈ വീക്കിൽ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും, ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളത് പറഞ്ഞുതരും, വ്യക്തമായ ട്രാക്കിലൂടെയാണെന്ന് പറഞ്ഞുതരും, എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ ഈ ആൻസറിൻ്റെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്കും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് നോക്കിയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് അടുത്ത വീക്കിലോട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടെങ്കിൽ അടുത്ത വീക്കിലോട്ടുള്ള ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിൽ വീക്കിലി നിങ്ങളെ മോണിറ്ററിങ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും നിങ്ങൾക്ക് പ്രിപ്പറേഷനിലും ചില മിസ്റ്റേക്സുകളുണ്ട്, ഇത് കണ്ടാൽ തന്നെ ഒരാൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇനി തോന്നാത്ത ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അതാ പ്രിപ്പറേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇത്തരക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, ഡിസ്കസ് ചെയ്യുക, നമ്മളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് നമ്മളെ മെൻറ്ററിങ്ങിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞുതരും. അതല്ല, ചില പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും, ഇത് ചിലപ്പോൾ സാധിക്കൂല എന്ന് തോന്നും, ചിലപ്പോൾ നമുക്കുണ്ടാവും, അത് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു തരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം, എന്നിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാം. അത്തരത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പൂർണ്ണമായിട്ടും സഹായിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് ഞാൻ ഒരുപാട് ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് നേരിട്ട് നമുക്കൊന്ന് സംസാരിക്കാം, നിങ്ങളുടെ പ്രശ്നവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ടോ വാട്സപ്പിലൂടെയൊക്കെ സംസാരിക്കാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് ഗുണകരമാവും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പഠിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ റെക്കോർഡിംഗ് ക്ലാസ്സുകളായിട്ടും ചിലത് കറണ്ട് അഫയേഴ്സ് ഒക്കെ ലൈവ് ക്ലാസ് ആയിട്ടും ഡിസ്കഷൻ ആയിട്ടൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെൻറ്ററിംഗ് ആണ്. നിങ്ങൾ പഠിക്കുന്നു, നമ്മൾ മോണിറ്ററിങ് ചെയ്യുന്നു, പ്ലസ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NCERT മുതൽ കംപ്ലീറ്റ് സിലബസ് നമുക്ക് എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം പോകുന്നത്. താല്പര്യമുള്ള ആളുകളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗ്രൂപ്പ് മെൻറ്ററിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ മെൻറ്ററിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം, അതല്ലെങ്കിൽ അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ കാണാം. അതുവരേക്കും ബൈ.